ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ടു മൈ ചാനൽ. നമ്മൾ പെരുന്നാളല്ലേ വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പെരുന്നാൾക്ക് ഗസ്റ്റിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി 2 പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നത്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. ആദ്യം തന്നെ ഉണ്ടാക്കുന്നത് മാംഗോ അറേബ്യൻ പുഡിങ്ങാണ്. അതിന് വേണ്ടിയിട്ട് 1/2 ലിറ്റർ പാൽ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പം ഗ്യാസ് കത്തിച്ചിട്ടില്ല കേട്ടോ. കത്തിക്കാണ്ടാണ് ഞാനിപ്പോൾ പാൽ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ആ ടൈം തന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ കസ്റ്റേർഡ് പൗഡർ ഇട്ട് കൊടുക്കുക. നമ്മൾ തണുത്ത പാലല്ലേ ഇതിലേക്ക് ഒഴിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് കസ്റ്റർഡ് പൗഡർ ഡയറക്റ്റ് ഇട്ടിട്ട് മിക്സ് ആക്കുമ്പോൾ വേഗം തന്നെ കട്ടകളൊന്നും ഇല്ലാണ്ട് മിക്സ് ആക്കി ഇട്ടിട്ടാ. അല്ല നിങ്ങൾ പാൽ തിളപ്പിച്ചിട്ട് ഇടുന്നെങ്കിൽ കുറച്ച് പാലിൽ എക്സ്ട്രാ കലക്കിയിട്ടൊന്ന് ഒഴിച്ചാൽ മതി. അതിനുശേഷം ഇതിൽ മധുരത്തിന് ആവശ്യത്തിന് മിൽക്ക് മെയ്ഡും പഞ്ചസാരയും കൂടിയിട്ട് ഇട്ട് കൊടുക്കുക. ഞാൻ ഇപ്പോൾ 1/4 കപ്പ് പഞ്ചസാരയും ഒരു 2-3 ടേബിൾ സ്പൂൺ അളവിൽ മിൽക്ക് മെയ്ഡോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചിട്ട് തീ കത്തിച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് കുറുക്കിയെടുക്കുക. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് കുറുക്കേണ്ട, ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കുക കസ്റ്റേർഡ് പൗഡർ. ഇനി ഇതൊന്ന് സൈഡിലേക്ക് മാറ്റി വെക്കുക. അതിന് ഇതിലേക്ക് 2 മാങ്ങ ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് തൊലി കളഞ്ഞിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുക. എന്നിട്ട് ഈ മാങ്ങ ഒരു മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചിട്ട് വരാം. പേസ്റ്റ് പോലെ അരക്കുക, വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച കസ്റ്റേർഡ് ഇല്ലേ, കസ്റ്റേർഡിൻ്റെ ചൂട് അത്യാവശ്യം ഒന്ന് കുറഞ്ഞിനി. അപ്പോൾ ഇതിലേക്ക് നമ്മൾ മാങ്ങ അരച്ച് വെച്ചത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് കസ്റ്റേർഡും മാങ്ങയും എല്ലാം കൂടിയിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. ഇനി ഇത് സൈഡിലേക്ക് മാറ്റി വെക്കുക. ഇനി ഇതിൽ വേണ്ട വിപ്പിംഗ് ക്രീം തയ്യാറാക്കുക. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് വിപ്പിംഗ് ക്രീം ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് 250 ml 1 കപ്പ് അളവിൽ. വിപ്പിംഗ് ക്രീം ഇല്ലെങ്കിൽ ഫ്രഷ് ക്രീമായാലും ഇതിന് ഉപയോഗിച്ചാൽ മതി, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇത് കേക്കിനെല്ലാം മിക്സ് ആക്കുന്ന പോലെ നല്ല ഫ്ലഫി ആയിട്ട് ബീറ്റ് ആക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് സോഫ്റ്റ് ആയിട്ടൊന്ന് ബീറ്റ് ആക്കുക, ഡബിൾ സൈസ് ആയിട്ട് വരും. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യത്തിന് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കുക. ഞാൻ ഇപ്പോൾ 2 ടേബിൾ സ്പൂണാണ് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ചില ക്രീമിൽ മധുരം ഉണ്ടാവില്ല, അപ്പോൾ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഇതാ ഞാൻ ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുത്തിന് ഈ ഒരു ലൂസിലാണ് ഉണ്ടാവുക, നന്നായിട്ട് സ്റ്റിഫായിട്ടുണ്ടാവില്ല. ഇനി നമുക്ക് ഈ പുഡിങ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ ബ്രൗൺ പാർട്ടൊന്ന് കട്ട് ചെയ്തിട്ട് മാറ്റിനി. എന്നിട്ട് നിങ്ങൾ എടുക്കുന്ന പാത്രത്തിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് ബ്രെഡ് ഇതിലേക്ക് 2 ലെയറായിട്ടാണ് ഇപ്പോൾ വെച്ച് കൊടുത്തിരിക്കുന്നത്. ആ സൈഡ് ഭാഗം ബ്രൗൺ ഭാഗം കട്ട് ചെയ്തിട്ട് വൈറ്റ് ഭാഗം മാത്രം വെച്ചുകൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമ്മളെ മാങ്ങയും കസ്റ്റേർഡ് മിക്സ് ഇല്ലേ, അതും കൂടി 2 മിക്സ് ആക്കിയത് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇത് ചെറിയ ചൂടുണ്ട് കേട്ടോ, ഈ കസ്റ്റേർഡിന് ചൂടോട്ടിന് ഒഴിച്ചാലൊരു കുഴപ്പമില്ല, ബ്രെഡിലേക്ക് അത് വലിച്ചു കുടിക്കും. ഇനി നമ്മൾ ബീറ്റ് ചെയ്ത വിപ്പിംഗ് ക്രീമിൽ കുറച്ച് മാത്രം ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് വേണമെങ്കിൽ കുറച്ച് നട്ട്സ് ഇതിൻ്റെ നടുഭാഗത്ത് ഒന്ന് ഇട്ട് കൊടുക്കുക. ഇനി ഇതിൻ്റെ സെക്കൻഡ് ലെയർ ആയിട്ട് ഞാൻ 2 ബ്രെഡ് സൈഡ് കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബ്രെഡാന്ന് വിചാരിച്ചിട്ട് ടേസ്റ്റ് കുറയൊന്നുമില്ല കേട്ടോ, നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതിന്. പിന്നെ ഇങ്ങനത്തെ പുഡിങ് ഉണ്ടാക്കുമ്പോൾ മിൽക്ക് ബ്രെഡ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മിൽക്ക് ബ്രെഡ് തന്നെ എടുക്കാൻ ശ്രമിക്കുക. ഇനി കസ്റ്റേർഡ് മിക്സ് ആ ബ്രെഡിൻ്റെ മുകളിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ നമ്മൾ കസ്റ്റേർഡ് മിക്സ് ഒഴിച്ചു കൊടുക്കുമ്പോൾ ബ്രെഡ് ഒന്ന് പൊങ്ങി വരും, അതാണ് ഇങ്ങനെ കാണുന്നത്. ഇത് കുറച്ച് കഴിയുമ്പം ബ്രെഡൊക്കെ കസ്റ്റേർഡ് ഒന്ന് വലിച്ചെടുക്കുമ്പോൾ അതങ്ങ് താണ് കിടന്നോളൂ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ വിപ്പിംഗ് ക്രീം ബീറ്റ് ആക്കിയിട്ട് വെച്ചിട്ടില്ലേ, അത് ഇതിൻ്റെ മുകളിലേക്ക് ബാക്കിയുള്ളത് ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കുക. ഞാൻ പറഞ്ഞ പോലെ വിപ്പിംഗ് ക്രീം ഇഷ്ടമില്ലെങ്കിൽ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് ജസ്റ്റ് ഒന്ന് ലെവലാക്കി കൊടുത്ത ശേഷം ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മാങ്ങ കട്ട് ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ ഒരു ഡെക്കറേഷൻ ചെയ്യാൻ മാത്രം വെച്ച് കൊടുത്തിരിക്കുന്നത്, ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ വെച്ച് കൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കുക. ഞാനിപ്പം കുറച്ച് അണ്ടിപ്പരിപ്പും ബദാമും കൂടിയിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് വെച്ചതാണ്, അത് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് നട്ട്സ് വേണമെങ്കിലും ഇതിലേക്ക് വെച്ച് കൊടുക്കുക. നട്ട്സും കൂടി ഇടുമ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മളെ മാംഗോ അറേബ്യൻ പുഡിങ് ഇവിടെ റെഡിയായി. ഇതൊരു 3-4 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചിട്ട് വേണം നമ്മളിത് കട്ട് ചെയ്തിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ടൈം ഇല്ലെങ്കിൽ ഫ്രീസറിൽ ഒരു 1/2 മണിക്കൂർ സെറ്റാക്കാൻ വേണ്ടിയിട്ട് വെക്കുക. എന്നാലും മാക്സിമം ഫ്രിഡ്ജിൽ 3-4 മണിക്കൂർ ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് വെക്കുക. ഇത് നന്നായിട്ട് തണുപ്പിച്ച് കഴിക്കുമ്പോഴാണ് ഏത് പുഡിങ്ങും നല്ല തണുപ്പിച്ച് കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ്. ഇത് കട്ട് ചെയ്യുമ്പോൾ കാണില്ലേ നല്ല സോഫ്റ്റാണ് കേട്ടോ. ഞാൻ ഇപ്പം 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുത്തതാണ്. ഇത് കണ്ടില്ല, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുഡിങ്ങാണ്. അപ്പോൾ നിങ്ങൾ ഈ പെരുന്നാളിന് എന്തായാലും തയ്യാറാക്കി നോക്കുക. ഇപ്പം മാങ്ങ എല്ലാ ഫ്രൂട്ട്സ് കടയിലും അവൈലബിൾ അല്ലേ. അപ്പോൾ ഞാൻ അടുത്ത റെസിപ്പി നോക്കാം. അടുത്തത് ക്യാരറ്റ് വെച്ചിട്ടുള്ളൊരു പുഡിങ്ങാണ്.
ഇത് കാണാനും കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ആദ്യം ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു 3 ക്യാരറ്റ് എടുത്തിരിക്കുന്നത്. ഇത് ഗ്രാം അളവിൽ പറയുകയാണെങ്കിൽ ഒരു 250 ഗ്രാം അളവിൽ ഉണ്ടാവും ക്യാരറ്റ്. ഇനി ഇത് തൊലിയൊക്കെ കളഞ്ഞ് കഴുകിയിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഇനി കട്ട് ചെയ്തെടുത്ത ക്യാരറ്റ് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഒരു 1/2 കപ്പ് അളവിൽ പാല് ചേർത്ത് കൊടുക്കുക. ഇതിന് ടോട്ടലായിട്ട് ഒരു 3 കപ്പ് അളവിൽ പാലാണ് കേട്ടോ ആവശ്യമായിട്ട് വന്നത്. 250 ml കപ്പിൽ 3 കപ്പ് പാലാണ് ഇത് പുഡിങ്ങിന് ടോട്ടലായിട്ട് ആവശ്യമായിട്ട് വന്നത്. ക്യാരറ്റ് നന്നായിട്ട് തന്നെ അരച്ചെടുത്തിന്. ഇനി ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ഗീ ഒഴിച്ചെടുക്കുക. ഒരു 1.5-2 ടേബിൾ സ്പൂൺ അളവിൽ ഗീ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച ക്യാരറ്റ് മിക്സ് ഒഴിച്ചിട്ട് ഇതിൻ്റെ പാലൊക്കെ ഒന്ന് വറ്റി ഈ ക്യാരറ്റിൻ്റെ പച്ചമണമൊക്കെ മാറി ജസ്റ്റ് ക്യാരറ്റ് ഒന്ന് കുക്കായിട്ട് വരണം. അതുവരെ ഒന്ന് കുറുക്കിയിട്ട് എടുക്കുക. ഇതിലേക്ക് മധുരത്തിന് ആവശ്യത്തിന് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. പിന്നെ ഫ്ലേവർ വേണമെങ്കിൽ മാത്രം ഒരു 1/2 ടീസ്പൂൺ അളവിൽ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കുക. ഇല്ലെങ്കിൽ ഏലക്കാ പൊടി ചേർത്ത് കൊടുക്കുക. ഏലക്കായ് പൊടി ചേർത്താൽ നല്ല ടേസ്റ്റ് ആട്ടോ. ഇപ്പം ഇത് അത്യാവശ്യം പാലൊക്കെ വറ്റി ക്യാരറ്റിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട്. ക്യാരറ്റ് നന്നായിട്ട് തന്നെ ഒന്ന് കുറുകി വരുന്നുണ്ട്. ഈ സമയം ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ പാൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇത് രണ്ടാമത് പാൽ ചേർത്ത് കൊടുക്കുമ്പം ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പാൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് കറക്റ്റ് 1/2 കപ്പ് അളവിൽ തന്നെ തരി ചേർത്ത് കൊടുക്കുക. 125 ml കപ്പിൽ തരി ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് തരി എന്ന് പറയുമ്പോൾ മനസ്സിലായില്ലേ, റവ ഇല്ലേ, അതാണ് കേട്ടോ. എന്നിട്ട് ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. തരി വേഗം തന്നെ ഒന്ന് കുക്കായിട്ട് വരും. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് കുക്കാക്കിയിട്ട് എടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ആ കറക്റ്റ് അളവ് മനസ്സിലായിട്ടുണ്ടാവില്ലേ. 1/2 കപ്പ് അളവിൽ പാൽ നമ്മൾ ക്യാരറ്റ് അടിക്കുമ്പോൾ ഒഴിച്ചെടുത്തിന്. പിന്നെ ക്യാരറ്റ് ഒന്ന് കുറുകിയ ശേഷം 1/2 കപ്പ് അളവിൽ പാൽ ചേർത്ത് കൊടുത്തിന്. ആ സെയിം 1/2 കപ്പിൽ തന്നെ റവ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇനി ഇതൊക്കെ പാനിൽ നിന്ന് ഇതേപോലെ ഒന്ന് വിട്ട് വരുന്ന രീതിയിൽ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. നന്നായിട്ട് തന്നെ റവ കുക്കായി കിട്ടിയതിന് ഈ സമയം ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിന്. ഇനി കയ്യിൽ കുറച്ച് ഗീ ഒന്ന് അപ്ലാക്കി കൊടുക്കുക. കുറച്ച് ഗീ ഒന്ന് അപ്ലാക്കി കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇത് ചെറിയ ചൂടോട് കൂടിയിട്ട് തന്നെ ഒന്ന് നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കുക. ഇത് റവ കൊണ്ട് ഉണ്ടാക്കുന്ന ബോൾസാണ് ജസ്റ്റ് ഈ പുഡിങ്ങിന് ടേസ്റ്റ് ഒന്നും കുറയില്ല കേട്ടോ. ഈ പുഡിങ് നല്ല തണുപ്പിച്ചിട്ട് കഴിക്കുമ്പം അല്ലാണ്ട് ചെറിയ ചൂടോട് കഴിക്കുമ്പോഴും നല്ല ടേസ്റ്റാണ്. ഇതെങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് സെർവ് ചെയ്യാം. ചൂടോടെ വേണമെങ്കിൽ ചൂടോടെ സെർവ് ചെയ്യാം, തണുപ്പിച്ച് വേണമെങ്കിൽ തണുപ്പിച്ച് സെർവ് ചെയ്യാം. ഇതാ നമ്മളെ ക്യാരറ്റിൻ്റെ ഈ ബോൾസ് കണ്ടില്ല, നല്ല സോഫ്റ്റാണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത്ര സോഫ്റ്റ് വേണമെങ്കിൽ കുറച്ച് റബ്ബറി ടെക്സ്ചർ വേണമെങ്കിൽ നിങ്ങൾക്കൊരു 5 മിനിറ്റ് ആവി കയറ്റിയിട്ട് എടുക്കാം. പക്ഷെ ഞാൻ ഇപ്പോൾ ആവിയൊന്നും കയറ്റുന്നില്ല. ഇത് ഓൾറെഡി കുക്കായ റവയാണ്. അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് നമ്മൾ പാലിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുമ്പോഴാണ് ഈ പുഡിങ്ങിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. നിങ്ങൾക്ക് കുറച്ച് റബ്ബറി ടൈപ്പ് വേണമെങ്കിൽ നിങ്ങൾ 5 മിനിറ്റ് ഒന്ന് ആവി കയറ്റിട്ടെടുക്കുക കേട്ടോ. ഇനി ഒരു പാനിലേക്ക് 1/2 ലിറ്റർ പാല് ഞാൻ ഒഴിച്ചു കൊടുത്തിന്. 250 ml കപ്പിൽ 2 കപ്പ് അളവിൽ 500 ml പാലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുത്തിന്. നിങ്ങൾക്ക് മിൽക്ക് മെയ്ഡ് വേണമെങ്കിൽ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. മിൽക്ക് മെയ്ഡ് പുഡിങ്ങിന് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ 1 ടീസ്പൂൺ അളവിൽ വാനില എസൻസ് ഒഴിച്ചു കൊടുത്തിന്. ഇനി ഈ പാല് നന്നായിട്ട് തിളച്ചിട്ട് ഒരു 1/4 ഭാഗം ഒന്ന് വറ്റി വരണം. ഈ 1/4 ഭാഗം വറ്റി വരുന്ന പോലെ നിങ്ങളൊന്ന് കുറുക്കിയെടുക്കുക മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട്. അതിനുശേഷം കുറച്ച് പാല് ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുത്തിന്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുക. അതായത് 1 ടേബിൾ സ്പൂൺ എന്ന് പറയുന്നത് 3 ടീസ്പൂണ്. അത് എന്നിട്ട് നന്നായിട്ട് പാലിൽ മിക്സ് ആക്കി കൊടുക്കുക. നിങ്ങൾക്ക് കുറച്ചും കൂടി കട്ടിക്ക് വേണമെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ അളവിൽ തന്നെ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുക. കോൺഫ്ലവർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിന് മൈദ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ അരിപ്പൊടി യൂസ് ചെയ്യുക കേട്ടോ. 1 ടേബിൾ സ്പൂൺ അളവിൽ അരിപ്പൊടി യൂസ് ചെയ്താലും ഇതിന് ടേസ്റ്റ് ഒന്നും വ്യത്യാസം ഉണ്ടാവില്ല. എന്നിട്ട് ജസ്റ്റ് മിക്സ് ആക്കി കൊടുത്ത ശേഷം നമ്മൾ ക്യാരറ്റ് ബോൾസ് ആക്കിയിട്ട് വെച്ചിട്ടില്ലേ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ആക്കിയിട്ട് ഒന്ന് തിളപ്പിച്ചിട്ടെടുക്കുക പാല്. ഇത് തിളച്ച് വരുമ്പം തന്നെ ക്യാരറ്റിൻ്റെ ചെറുതായിട്ടുള്ള കളറ് ആ പാലിലേക്ക് ചെറിയൊരു ഓറഞ്ച് കളറായിട്ട് തന്നെ കിട്ടും. ഇനി ഇതിലേക്ക് കുറച്ച് നട്ട്സ് ഇട്ടെടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഇതൊന്ന് തിളപ്പിച്ചിട്ടെടുക്കുക. ഇതിപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ തിളച്ച് വന്നിന്. ഇത് ടൈം കഴിയുമ്പം കുറച്ചും കൂടി കട്ടിയായിട്ട് വരും കേട്ടോ ഈ പാല്. ഇനി ഇത് ഒന്ന് നമുക്ക്
പുഡിങ്ങിൻ്റെ ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതൊരു പുഡിങ്ങിൻ്റെ ട്രേ എടുത്തിന് ഇനി ഇതിലേക്ക് നമ്മൾ ഇത് ചൂടോട് കൂടിയിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് ഇത് ചൂടോട് കൂടിയിട്ട് വേണമെങ്കിൽ സെർവ് ചെയ്യുക, അല്ലെങ്കിൽ തണുപ്പിച്ചിട്ട് സെർവ് ചെയ്യുക കേട്ടോ. തണുപ്പിച്ചിട്ട് സെർവ് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതിന്. ഇതാ ക്യാരറ്റ് റവാൻ്റെ ബോൾസും പിന്നെ ഈ മിൽക്കും എല്ലാം കൂടിയിട്ട് ഒരുമിച്ച് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. നിങ്ങൾ ഈ പെരുന്നാൾക്ക് എന്തായാലും ഉണ്ടാക്കി നോക്കാം. ഇനി കുറച്ച് ക്യാരറ്റിൻ്റെ ലഡൂസ് ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ട് അതിൽ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി കുറച്ച് നട്ട്സ് ഇതിൻ്റെ മുകളിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് തണുപ്പിച്ചിട്ട് കഴിക്കണമെങ്കിൽ തണുപ്പിച്ചിട്ട് കഴിക്കുക, ചൂടോടെ കഴിക്കണമെങ്കിൽ ചൂടോടെ കഴിക്കുക. പക്ഷേ ഇത് ഈ എല്ലാ ഡെസേർട്ടും എല്ലാ പുഡിങ്ങും തണുപ്പിച്ചിട്ട് കഴിക്കുമ്പോഴല്ലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ കണ്ടില്ലേ, നല്ല രസമാണ് കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. ഈ ക്യാരറ്റിൻ്റെ ബോൾസും പാലും എല്ലാം കൂടിയിട്ട് ഒരുമിച്ചാണ് കഴിക്കുക. നമ്മളെ ഗുലാം ജാമുനെല്ലാം കഴിക്കൂലേ, അതേപോലെയാണ് കഴിക്കാൻ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും ഇത് പെരുന്നാൾക്കൊക്കെ ഡെസേർട്ട് ട്രൈ ചെയ്യൂലേ, അപ്പോൾ ഈ 2 റെസിപ്പീസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും പിന്നെ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഞാൻ വേറെയും ഡെസേർട്ടിൻ്റെ റെസിപ്പിയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം, ഒന്ന് ചെക്ക് ചെയ്തോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനിയും പുതിയ റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.